വെൽക്കം. റഹ്മാനാണ്. GIT പാത്തോളജിയിൽ ഈ വീഡിയോ നമ്മൾ പെപ്റ്റിക് അൾസറിന്റെ പാത്തോളജിയെ കുറിച്ചാണ്. സോ അപ്പോൾ നമുക്ക് എന്താണ് പെപ്റ്റിക് അൾസർ എന്ന കാര്യം പറയണം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പെപ്റ്റിക് അൾസർ പറയണം. ദെൻ എറ്റിയോളജി പറയണം. ദെൻ പത്തോഫിസിയോളജി പറയണം. ദെൻ റിസ്ക് ഫാക്ടേഴ്സ്, എന്തെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അത് പറയണം. ദെൻ ക്ലിനിക്കൽ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് പറയണം. ദെൻ മൈക്രോസ്കോപ്പി, ആ മുറിവ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് പറയണം. ദെൻ ടെസ്റ്റ് പറയണം. ദെൻ കോംപ്ലിക്കേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെപ്റ്റിക് അൾസറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മുടെ GITയിൽ ബേസിക് ആയിട്ട് 4 ലെയേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും ഉൾവശത്ത് അല്ലെങ്കിൽ ഫുഡുമായിട്ട് നേരിട്ട് ഇടപെടുന്ന ഭാഗമാണ് മ്യൂക്കോസൽ ലെയർ എന്നാണ് നമ്മൾ അതിന്. ദെൻ അതിന് തൊട്ട് മുകളിൽ സബ് മ്യൂക്കോസൽ ലെയർ ഉണ്ട്. ദെൻ അതിന് മുകളിൽ മസ്കുലാരിസ് ലെയർ ഉണ്ട്, മസ്കുലാർ ലെയർ ആണ്. ദെൻ അവസാനത്തെ ലെയറിനെ നമ്മൾ വിളിക്കുക സിറോസ അല്ലെങ്കിൽ അഡ്വെന്റീഷ്യ എന്ന് വിളിക്കും. സോ അപ്പൊ ഇതിൽ ഏറ്റവും ഉള്ളിലുള്ള ഈ ലെയർ, ഫുഡുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഈ ലെയറിനെ നമ്മൾ മ്യൂക്കോസൽ ലെയറിലാണ്. ഈ മ്യൂക്കോസൽ ലെയറിൽ എവിടെയെങ്കിലും ഒരു മുറിവ് അല്ലെങ്കിൽ ബ്രീച്ച് ഉണ്ടായാൽ, ഒരു ഡിസ്കണ്ടിന്യൂറ്റി, ഇവിടെ നിന്ന് ഇത്രയും വരെ ഉള്ളൂ, ഇത്രയും ഭാഗത്ത് ഇല്ല എങ്കിൽ, സോ ഇതിനാണ് നമ്മൾ അൾസർ എന്ന് വിളിക്കുക. അൾസർ. സോ അത്രയും ഭാഗത്ത് മ്യൂക്കോസൽ ലെയർ ഇല്ല. അപ്പൊ പെപ്റ്റിക് അൾസർ എന്താണ്? പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GITയിലെ ആസിഡ് എക്സ്പോസ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ അൾസർ ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. സോ പെപ്റ്റിക് അൾസർ ഈസ് അൾസർ ഇൻ ദോസ് പാർട്സ് ഓഫ് ദ GIT which are exposed to acid of stomach. സ്റ്റൊമക്കിൽ നിന്നുള്ള ആസിഡ് എക്സ്പോസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ബ്രീച്ച് ഉണ്ടെങ്കിൽ, മ്യൂക്കോസൽ ലെയറിൽ ബ്രീച്ച് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയാം. സോ GITയിൽ ആസിഡ് മൂലം GITയിൽ മ്യൂക്കോസൽ ലെയറിൽ ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ പെപ്റ്റിക് അൾസർ ആയി. അപ്പോൾ എവിടെയൊക്കെയാണ് പെപ്റ്റിക് അൾസർ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആസിഡ് ഉണ്ടാകുന്ന സ്റ്റൊമക്കിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദ സ്റ്റൊമക്ക്. പരേറ്റൽ സെൽസ് ഓഫ് സ്റ്റൊമക്ക് ആണ് നമുക്കറിയാം ആസിഡ് ഉണ്ടാക്കുക. സോ ഈ ആസിഡ് സ്റ്റൊമക്കിൽ തന്നെ വ്രണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് നമ്മൾ വിളിക്കുക ഗ്യാസ്ട്രിക് അൾസർ എന്ന് വിളിക്കുന്നത്. അതാണ്. അല്ലെങ്കിൽ സ്റ്റൊമക് അൾസർ എന്നും പറയാം. ഗ്യാസ്ട്രിക് അൾസർ ഓർ സ്റ്റൊമക് അൾസർ. ഇനി ഈ ആസിഡ്സ് എവിടെ നിന്ന്, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നമ്മുടെ സ്റ്റൊമക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റൊമക്. ഇവിടെ അൾസർ ഉണ്ടാകാം എന്ന് പറഞ്ഞു. ഇനി ഇതൊഴുകി ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈൻ്റെ ഡിയോഡിനമാണ്. സോ ഇങ്ങനെ ഡിയോഡിനത്തിൽ അൾസർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡുയോഡിനൽ അൾസർ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ പെപ്റ്റിക് അൾസർ ക്യാൻ ബി ഓഫ് 2 ടൈപ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഗ്യാസ്ട്രിക് അൾസർ ആൻഡ് ഡിയോഡിനൽ അൾസർ. ഇനിയും ഇവിടെയൊക്കെ വരാം. അത് ഞാൻ സൈറ്റ്സിൽ ഞാൻ പറയാം. സോ ഇൻ ദിസ് ഏരിയാസ് ദർ ഇസ് ഡീജനറേഷൻ ഉണ്ട്, അവിടെ നെക്രോസിസ് ഉണ്ട്, GI മ്യൂക്കോസയുടെ നശിച്ചു കിടക്കുകയാണ്. സോ ദീസ് ആർ എക്സ്പോസ് ടു ആസിഡ്. സോ അപ്പൊ നമുക്ക് പെപ്റ്റിക് അൾസറിനെ പറ്റി എന്ന് പറഞ്ഞാൽ പെപ്റ്റിക് അൾസർ ഇസ് എ ക്രോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ക്രോണിക് മ്യൂക്കോസൽ അൾസറേഷൻ അഫക്റ്റിംഗ് എവിടെയാണ്? അഫക്റ്റിംഗ് മോസ്റ്റ്ലി ഏതൊക്കെയാണ്? സ്റ്റൊമക് ആൻഡ് ഓൾസോ ഡുയോഡിൻ. സോ ഇതാണ് നമുക്ക് പെപ്റ്റിക് അൾസർ എന്ന് പറയാവുന്നത്. അപ്പോൾ നമുക്കിനി എറ്റിയോളജി പറയാം. നമ്മുടെ സ്റ്റൊമക് ഞാനൊന്നും കൂടി ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ കഴിഞ്ഞാൽ ഇത് ഡിയോഡിനമാണ്. ഇതാണ് സ്റ്റൊമക്. ഈ സ്റ്റൊമക്കിനകത്ത് പരേറ്റൽ സെൽസ് ഉണ്ട്. പരേറ്റൽ സെൽസ് നമ്മൾ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. പരേറ്റൽ സെൽസ്. സോ ഇതിൽ നിന്ന് ധാരാളം HCl സെക്രീറ്റ് ചെയ്യപ്പെടും. ആൻഡ് ദിസ് HClനെ നമ്മുടെ സ്റ്റൊമക്കിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് മറ്റൊരു സെൽസ്, ചീഫ് സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. ചീഫ് സെൽസ് എന്ന് പറയുന്ന സെൽസ് എന്തുണ്ടാക്കുന്നത്? പെപ്സിനോജൻ ഉണ്ടാക്കുന്നുണ്ട്. അത് പെപ്സിൻ ആവുന്നുണ്ട്. സോ പെപ്സിൻ എന്ന് പറയുന്നത് എ പവർഫുൾ ഡൈജസ്റ്റീവ് എൻസൈമാണ്. അതിനും ഇതിനെ നശിപ്പിക്കാം. സോ ഇതിനെ നശിപ്പിക്കാം. രണ്ടിനും GIT ഭാഗങ്ങളെ നശിപ്പിക്കാം. പക്ഷേ ഈ നോർമൽ ആയിട്ടുള്ള ഡാമേജിങ് ഫാക്ടർ, സോ ഇത് രണ്ടും നമുക്ക് ഡാമേജിങ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാമല്ലോ. ഡാമേജിങ് ഫാക്ടേഴ്സിന് സ്റ്റൊമക്കിനെ നശിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറ്റുന്നില്ല. കാരണം നമ്മുടെ സ്റ്റൊമക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ ചില ആൾക്കാരുണ്ട്. സോ അപ്പോൾ ഇപ്പുറത്ത് പ്രൊട്ടക്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. സോ എന്താണ് ഈ പ്രൊട്ടക്ടിങ് ഫാക്ടേഴ്സ്? ഒന്ന്, ഈ GI സെല്ലിന്റെ ഇവിടെ എല്ലാം GI സെല്ലാണെന്ന് വിചാരിച്ചാൽ ഈ സെല്ലിന്റെ എല്ലാം മുകളിൽ മ്യൂസിൻ റിച്ച് മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്, അല്ലെ? ഹൈ മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ഇത് സെല്ലുകളുടെ മുകളിൽ വെച്ചിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റ് ആയിട്ട്, സോ ഇവിടെ എഴുതാം മ്യൂക്കസ്. സോ പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിൽ ആസിഡിൽ നിന്നും പെപ്സിനിൽ നിന്നും സംരക്ഷണം കിട്ടുന്നുണ്ട്. രണ്ടാമത്, ഈ മ്യൂക്കസിൽ ധാരാളമായിട്ട് ബൈകാർബണേറ്റ് ഉണ്ട്. സോ ദിസ് ഓൾസോ കണ്ടെയ്ൻസ് ബൈകാർബണേറ്റ്. സോ ആസിഡിനെ അവിടെ വെച്ചിട്ട് തന്നെ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ, അതിന്റെ മുകളിൽ വെച്ചിട്ട് ഡയല്യൂട്ട് ചെയ്യുമ്പോൾ ഈ സെല്ല് വീണ്ടും രക്ഷപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് അസിഡിറ്റി നിർവീര്യമാക്കുന്ന ബൈകാർബണേറ്റ് ആണ്. മൂന്നാമത്തത്, ഈ മ്യൂക്കോസൽ സെൽസ്, നമ്മുടെ ഈ സെല്ലുകൾ വേഗത്തിൽ നശിക്കുകയും വേഗത്തിൽ പുതിയത് ഉണ്ടാകുകയും ചെയ്യും. അതിനെ നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. സോ ഹൈ ഡിഗ്രി ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ പുതിയ സെല്ലുകൾ വേഗം ഉണ്ടായി വരുന്നത് കൊണ്ട് നശിച്ചാലും കുഴപ്പമില്ല, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ദെൻ ഈ മ്യൂക്കോസൽ ലെയറിലെ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. സോ നാലാമത്തെ കാര്യം ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ആണ്. സോ ടോക്സിൻസ് എന്ത് വന്നാലും അതിനെയൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അവിടെ നിന്ന് കളയാനായിട്ട് സഹായിക്കുന്നു. സോ ഇതെല്ലാം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഈ പരേറ്റൽ
എൻഡോത്തീലിയൽ സെൽസ് തന്നെ റിലീസ് ചെയ്യുന്ന വേറൊരാളുണ്ട്, അയാളുടെ പേരാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E1. സോ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 മൂലമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക. സോ ഇതാണ് പ്രൊട്ടക്റ്റിംഗ് ഫാക്ടേഴ്സ്. നോർമലി ഈ ഡാമേജിങ് ഫാക്ടേഴ്സും ഈ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടേഴ്സും തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിലാണ്, രണ്ടും തമ്മിൽ തുല്യമായിട്ട് ഇരിക്കുകയായിരിക്കും. സോ അൾസർ ഒന്നും ഉണ്ടാവാതെ സംരക്ഷണം. ഇനി ഇതിൽ ഡാമേജിങ് ഫാക്ടേഴ്സ് ഇതല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും വന്നാൽ, അഡീഷണൽ ഡാമേജിങ് ഫാക്ടേഴ്സ് വന്നാൽ, അല്ലെങ്കിൽ ഈ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടേഴ്സിന്റെ കുറവുണ്ടായാൽ അപ്പോൾ അൾസർ ഉണ്ട്. സോ PUD ഓർ പെപ്റ്റിക് അൾസർ ഡിസീസ് റിസൾട്ട്സ് ഫ്രം ഇംബാലൻസ്. സോ ഇംബാലൻസ് ആണ് പ്രശ്നം. ഇംബാലൻസ് ബിറ്റ്വീൻ മ്യൂക്കോസൽ ഡിഫൻസ് മെക്കാനിസം ആൻഡ് ഡാമേജിങ് ഫാക്ടേഴ്സ് തമ്മിലുള്ള ഇംബാലൻസ് ആണ് പ്രശ്നം. സോ അപ്പൊ നമുക്ക് ഇതിൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഡാമേജിങ് ഫാക്ടേഴ്സ്, ഡിക്രീസ് ഡിഫൻസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതാണ് നമ്മൾ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. ഇനി എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം. ഈ സ്റ്റൊമക്ക്, ഇതാണ് സ്റ്റൊമക്ക്, ഇവിടം വരെയുള്ള ഭാഗം സ്റ്റൊമക്ക് ആണ്. ഈ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അൾസറിന് പ്രധാനപ്പെട്ട കാരണം ഈസ് ഓൾട്ടേർഡ് മ്യൂക്കോസൽ ഡിഫൻസ് ആണ്. സോ ഇതാണ് ഓൾട്ടേർഡ് ഡിഫൻസ് മെക്കാനിസം കുറയുന്നത് കൊണ്ടാണ് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അൾസർ ഉണ്ടാകുന്നത്. സോ ഇവിടെ ആസിഡ് കുറവായിരിക്കുകയോ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കുകയോ. സോ ആസിഡ് കൂടുന്നില്ല, ആസിഡ് ഈസ് നോർമൽ ഓർ ഈവൻ ലെസ് ആയിരിക്കാം. പക്ഷെ ഇവിടെ അൾസർ ഉണ്ടാക്കുന്നത് ഡിയോഡിനത്തിലാണെങ്കിൽ ഡിയോഡിനത്തിൽ ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസറിന് കാരണം ഇൻക്രീസ്ഡ് ആസിഡ് പ്രൊഡക്ഷൻ ആണ്. ആൻഡ് ഇതിൽ തന്നെ ആസിഡ് പ്രൊഡക്ഷൻ വർദ്ധിക്കാൻ H. pylori ആണ് പ്രധാനം. H. pylori. സോ ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലോക്കൽ ഇറിറ്റേഷൻ ഓർ ലോക്കൽ ഇറിറ്റൻസ് ആണ് ഞാൻ പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ പുകവലി, സ്മോക്കിംഗ്, മദ്യം, സ്മോക്കിംഗ് എഴുതാം, ദെൻ ആൽക്കഹോൾ നമുക്ക് എഴുതാം. സോ ഇതെല്ലാം ഇറിറ്റൻസ് ആണ്. സോ ആൽക്കഹോളിനെ നേരിട്ട് GI സെല്ലിനെ നശിപ്പിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ആൽക്കഹോൾ ക്യാൻ ഇൻഹിബിറ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസും തടയാം. ദെൻ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കോഫി, ടീ മുതലായവ ദിസ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ലോക്കൽ ഇറിറ്റൻസ് ഓർ ലോക്കൽ ഡാമേജ് ഉണ്ടാക്കാം. പക്ഷെ അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ലോക്കൽ ഇറിറ്റൻസ് ഈസ് NSAIDs എന്ന് പറയുന്ന നോൺ സ്റ്റെറോയിഡൽ അനാൽജസിക് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. വേദന സംഹാരികൾ എന്ന് നമ്മൾ പറയും. സോ അതിന്റെ പ്രവർത്തന രീതി തന്നെ COX-1നെയും COX-2നെയും തടയലാണ്. തടഞ്ഞാൽ പ്രശ്നം കുറയുന്നത് ആരാണെന്ന് വെച്ചാൽ അത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ് ഇവിടുത്തെ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ. അത് ഇല്ലാതെയാകുന്നു. സോ ഡിഫൻസ് ഫാക്ടർ കുറയുന്നു. അപ്പോൾ അൾസർ ഉണ്ടാകും. ഗ്യാസ്ട്രിക് അൾസർ നമ്മൾ പറഞ്ഞു. ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇതായിരിക്കും, ഡിഫൻസ് മെക്കാനിസം തകർക്കുന്നത് കൊണ്ടാണ്. മിക്കവാറും എല്ലാ NSAIDസും നമുക്കറിയാം ദീസ് ആർ വീക്ക് ആസിഡ്സ് ആണ്. ആസിഡ് ആകുമ്പോഴത്തേക്കും GIയിൽ ആസിഡിക് ആണ്. സോ കോമൺ അയോൺ എഫക്റ്റ് മൂലം GI സെല്ലിനകത്തേക്ക് കൂടുതലായിട്ട് കയറിപ്പറ്റാനും ഇടയാകും. അതുമൂലം അവിടെ കൂടുതൽ അൾസർ ഉണ്ടാക്കാനും. സോ അങ്ങനെയും എഫക്റ്റ് കൂടുതലാണ്. സോ രണ്ട് രീതിയിലായാലും ദിസ് ക്യാൻ ഇറിറ്റേറ്റ് ലോക്കലി ആൻഡ് ക്യാൻ കോസ് അൾസർ. പ്രധാനമായിട്ടും ഗ്യാസ്ട്രിക് അൾസർ ആണ്. ആൻഡ് അടുത്ത ഫാക്ടർ ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി ആണ്. H. pylori എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇസ് ഓൾസോ ഫ്ലാജെല്ലേറ്റഡ് മോർട്ടൽ ബാക്ടീരിയ ആണ്. H. pylori മൂലം അൾസർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നോബൽ സമ്മാനമൊക്കെ കിട്ടിയ കണ്ടുപിടുത്തമാണ്. ആൻഡ് ഇതുമൂലം പ്രധാനമായിട്ടുണ്ടാകുന്നത് ഡുഓഡിനൽ അൾസർ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് H. pylori ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കും. ആൻഡ് ദിസ് യൂറിയേസ് ചെയ്യുന്നത് യൂറിയയെ അമോണിയ ആക്കി മാറ്റുകയാണ്. യൂറിയ ഈസ് കൺവേർട്ടഡ് ടു അമോണിയ ആക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അമോണിയ നമുക്കറിയാം ആൽക്കലൈൻ ആണ്. സോ ഈ ആസിഡിനെ അവിടെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ H. pylori രക്ഷപ്പെട്ട് അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇൻക്രീസ്ഡ് pH വർദ്ധിക്കുകയാണ് ചെയ്യുക. ആൽക്കലൈൻ ആകുമ്പോൾ pH വർദ്ധിക്കും. ഗ്യാസ്ട്രിക് pH വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗ്യാസ്ട്രിക് pH വർദ്ധിച്ചു കഴിയുമ്പോൾ ആൻഡ്രത്തിലുള്ള ആൻഡ്രൽ G സെൽസ് വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ഇത് സ്റ്റിമുലേറ്റഡ് ആകും. ആൻഡ്രൽ G സെൽ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺ വിൽ ബി ഇൻക്രീസ്ഡ് സെക്രീഷൻ. ഗ്യാസ്ട്രിൻ എന്താ ചെയ്യുക? ഗ്യാസ്ട്രിൻ ഇൻ ടേൺ ഇൻക്രീസസ് ദ ആസിഡ് സെക്രീഷൻ. സോ ആസിഡ് സെക്രീഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗ്യാസ്ട്രിന്റെ പണി. സോ ഇപ്പൊ നമുക്ക് സ്റ്റൊമക്ക് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക് എങ്കിൽ സോ ഇങ്ങനെ ഇവിടെ കൂടുതലായിട്ട് ആസിഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഒഴുകി വരും അല്ലെ. ഒഴുകി വരുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? ഇവിടെ ഉണ്ടാകുന്നത് ഡിയോഡിനത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതിനെ നമ്മൾ പെപ്റ്റിക് ഡിയോഡിനൈറ്റിസ് എന്ന് വിളിക്കാം. പെപ്റ്റിക്
ഡിയോഡിനൈറ്റിസ് ഉണ്ടാകും. സോ തുടർച്ചയായിട്ട് വരുമ്പോൾ ഇതുമൂലം ഈ ഇവിടെയുള്ള സെല്ലുകളിൽ വ്യത്യാസം വരും. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് പൈലോറിക് മെറ്റാപ്ലാസിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. സോ മെറ്റാപ്ലാസ്റ്റിക് പൈലോറിക് എപ്പിത്തീലിയം ഇങ്ങനെ ഒരു സെൽ ലൈൻ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ എച്ച് പൈലോറി അവിടെ കോളനൈസ്. എച്ച് പൈലോറി കോളനൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഈ സംഭവം ഉണ്ടാകും, കൂടുതൽ ആസിഡ് വരും. സോ അൾട്ടിമേറ്റ്ലി ദിസ് കൗസ് ഇൻക്രീസ് ആസിഡ് സെക്രീഷൻ ആൻഡ് ഇൻക്രീസ് ഡിയോഡിനൽ അൾസർ ഉണ്ടാവുകയും ചെയ്യും. സോ ഇൻഫ്ലമേഷൻ, അൾസറേഷൻ, ഡിയോഡിനം കൂടുതൽ അൾസർ ഉണ്ടാകും. മാത്രമല്ല ഈ എച്ച് പൈലോറിക്ക് ഇവിടെ ഒട്ടിപ്പിടിക്കാനായിട്ട് ഒരുപാട് മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, അത് കാഗ് എ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്, വാക് എ ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുലേറ്റിംഗ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ സൈറ്റോടോക്സിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഇവിടെ ഒട്ടിച്ചേരുകയും പിടിക്കുകയൊക്കെ ചെയ്യുക. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് വേറൊരു എൻസൈമാണ് കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈമും ആരുണ്ടാക്കുന്നുണ്ട്, എച്ച് പൈലോറി ഉണ്ടാക്കുന്നുണ്ട്. കാറ്റലൈസിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാക്ടിവേറ്റ് ന്യൂട്രോഫിലിനെ ഇനാക്ടിവേറ്റ് ചെയ്യലാണ്. ന്യൂട്രോഫിൽ എന്ന് വെച്ചാൽ WBCനെ ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ വന്ന് എച്ച് പൈലോറി നശിപ്പിക്കുന്ന ന്യൂട്രോഫിലിന്റെ എണ്ണം കുറയുന്നു, അവിടെ ഇല്ല. അപ്പോൾ ഇത് കൂടുതൽ തഴച്ചു വളരാൻ സാധിക്കും. ഇനി എച്ച് പൈലോറി മൂലം ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവട്ടോ, പ്രധാനമായിട്ടാണ് പറഞ്ഞത് ഡിയോഡിനൽ അൾസർ എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡുവോഡിനൽ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും സ്റ്റൊമക്ക് വരയ്ക്കാം. സോ ഇത് ഡുവോഡിനമാണ്, ഇത് സ്റ്റൊമക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സംഭവങ്ങൾ കയറുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബൈൽ പോലുള്ള ഇവിടെയാണ് വരുന്നത്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ പുകവലി, സ്മോക്കിംഗ് ക്യാൻ ഇൻക്രീസ് ദിസ്, സ്മോക്കിങ്ങിന് ഇത് കൂടുതൽ വർദ്ധിപ്പിക്കും. ആൻഡ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് സോളിഞ്ചർ എല്ലിസൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇതൊരു ഗ്യാസ്ട്രിൻ പ്രൊഡ്യൂസിങ് ട്യൂമർ ആണ്. സോ ഗ്യാസ്ട്രിൻ ആണ് കൂടുതലായിട്ടുണ്ടാവുക. സോ ഈ സിറ്റുവേഷനിൽ ഗ്യാസ്ട്രിൻ കൂടുതലാകുമ്പോൾ കൂടുതൽ ആസിഡ് സെക്രീഷൻ ഉണ്ടാകും. സോ ദിസ് ക്യാൻ ഡാമേജ് ദ എപ്പിത്തീലിയം. സോ സോളിഞ്ചർ എല്ലിസൺ സിൻഡ്രോം മൂലം ഇപ്പോൾ 2 തരം അൾസർ ഉണ്ടാകാം. ബോത്ത് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാകാം ആൻഡ് ഓൾസോ ഡുവോഡിനൽ അൾസർ, ഇത് രണ്ടും ഉണ്ടാകാം. ഇനി മറ്റൊരു സാധ്യത കൂടുതലുള്ളത് ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പുകാർക്ക് കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് അൾസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഈ സ്ട്രെസ് ആണ്. സ്ട്രെസ് കൂടുന്നത് കൊണ്ട് സൈക്കോളജിക്കൽ സ്ട്രെസ് ആകാം, ഫിസിയോളജിക്കൽ സ്ട്രെസ് ആകാം. എന്ത് തരം സ്ട്രെസ് ആയാലും ദാറ്റ് ക്യാൻ ഇൻക്രീസ് ആസിഡ് സെക്രീഷൻ ഉണ്ടാക്കാം. സോ കോർട്ടിസോൾ ലെവൽ കൂടാം. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ ലെവൽ കൂടുന്നു. കോർട്ടിസോൾ നമുക്കറിയാം എന്താണ്, പ്രോസ്റ്റാഗ്ലാൻഡിന്റെ സെക്രീഷൻ കുറയ്ക്കുന്ന സംഭവമാണ്. സോ അതുകൊണ്ട് ആസിഡിന് കൂടുതലായിട്ട് വേഗം ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും. സ്ട്രെസ് കണ്ടീഷൻ ഉണ്ടാക്കാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഷോക്ക് ആണ്. ഷോക്ക് കണ്ടീഷനിൽ ഉണ്ടാക്കാം. ദെൻ സിവിയർ ആയിട്ടുള്ള ട്രോമയിൽ ഉണ്ടാക്കാം. സെപ്റ്റിസീമിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ. സോ ഇതെല്ലാം അൾസർ ഉണ്ടാക്കാം. ദെൻ എക്സ്റ്റൻസീവ് ബേൺസ് ഭയങ്കരമായിട്ട് പൊള്ളലേറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിൽ ഉണ്ടാകുന്നതാണ് കേർലിംഗ്, കേർലിംഗ് അൾസർ, ഡിയോഡിനത്തിൽ ഉണ്ടാകുന്ന കേർലിംഗ് അൾസർ എന്ന് പറയുന്നത്. ഇനി ഇൻക്രീസ്ഡ് ഇൻട്രാക്രീനിയൽ ടെൻഷൻ, ബ്രെയിനകത്ത് ടെൻഷൻ കൂടുമ്പോൾ എക്സസീവ് വാഗൽ സ്റ്റിമുലേഷൻ ഉണ്ടാവും. സോ വാഗൽ സ്റ്റിമുലേഷൻ വർദ്ധിക്കുമ്പോൾ ആസിഡ് സെക്രീഷൻ കൂടും. അപ്പോൾ ഉണ്ടാവുന്നതാണ് കുഷിങ്സ് അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി ഡിയോഡിനത്തിലും സ്റ്റൊമക്കിലും അല്ലാതെ മറ്റ് പല ഭാഗത്തും അൾസർ ഉണ്ടാകാം എന്ന് നമ്മൾ പറഞ്ഞു. സോ ആ ഭാഗം ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഇവിടെയാണ്. ഈ ഭാഗത്തെ നമ്മൾ കാർഡിയ എന്നാണ് വിളിക്കുക. കാർഡിയ എന്ന് വെച്ചാൽ ഇത് ഇസോഫാഗസ് ആണ്, ഇത് സ്റ്റൊമക്ക്. സോ സ്റ്റൊമക്കും ഇസോഫാഗസും കൂടി ചേരുന്ന ജംഗ്ഷൻ, ഗ്യാസ്ട്രിക് ഇസോഫാഗിയൽ ജംഗ്ഷനിൽ ഇവിടെ അൾസർ വരാം, പെപ്റ്റിക് അൾസർ വരാം. ദെൻ സ്റ്റൊമക്കും ജെജിനവും ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ജെജിനം ഇവിടെ ഒന്ന് ചേരുകയാണെന്ന് രണ്ടും കൂടി ചേരുന്ന ഈ മാർജിനിൽ ഉണ്ടാകാം. അതാണ് 4th പ്രധാനപ്പെട്ട അൾസർ. ആൻഡ് പിന്നെ ഉള്ളത് മെർക്കൽസ് ഡൈവർട്ടിക്കുലം എന്നാണ് പറയാം. മെർക്കൽ ഡൈവർട്ടിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഭാഗത്ത് ഇവിടെയുള്ള ഈ സെല്ലുകൾ ഇങ്ങനെ, അതിന് നമ്മൾ എക്ടോപിക് സൈറ്റ് എന്നാണ് പറയുക. എക്ടോപിക് സൈറ്റുകളിൽ ഈ GA സെല്ലുകൾ ഇവിടെ വന്നിട്ട് അത് കൂടുതലായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്നു. സോ ദിസ് ഇസ് 5th ടൈപ്പ് ഓഫ് അൾസർ. സോ ഇങ്ങനെയൊക്കെ പല രീതിയിൽ അൾസർ ഉണ്ടെങ്കിലും നമ്മളിവിടെ പറയുന്നത് 2 തരം അൾസറാണ്. ഇനി പറയുന്നത് ഡിയോഡിനൽ ആൻഡ് ഓൾസോ ഗ്യാസ്ട്രിക്. അപ്പോൾ ഇനി നമുക്ക് ഡിയോഡിനൽ അൾസറും ഇവിടെയും ഗ്യാസ്ട്രിക് അൾസറും ഇവിടെയും എഴുതി കഴിഞ്ഞാൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇനി ഫസ്റ്റ് നമ്മൾ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിയോഡിനൽ അൾസർ ആണ് കൂടുതൽ, 4 times കൂടുതലാണ്. ഗ്യാസ്ട്രിക് അൾസേഴ്സ് അത്രയും ഇല്ല. സോ ഇത് കുറവാണ്. ആൻഡ് ഡിയോഡിനൽ അൾസർ ഏകദേശം ഒരു 25 to 45 വയസ്സിനിടയിലായിരിക്കും സാധാരണ രീതിയിലൊക്കെ കാണുക. പക്ഷേ ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ 6th decade ശേഷമായിരിക്കും കൂടുതൽ. ആൻഡ് ഓൾസോ ഇൻ ദ ലോ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ് പീപ്പിളാണ് ഗ്യാസ്ട്രിക് അൾസർ കൂടുക. വർക്കേഴ്സിലായിരിക്കും ഇത് കൂടുതലായിട്ട് കൂടുക. ആൻഡ് ഡിയോഡിനൽ അൾസർ നമ്മൾ പറഞ്ഞു കൂടുതലായിട്ടും ആസിഡ് കൂടുന്നതുകൊണ്ടാണ്, ഹൈപ്പർ ആസിഡിറ്റി മൂലമാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു എച്ച് പൈലോറി മൂലമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഗ്യാസ്ട്രിക് അൾസർ നമ്മൾ പറഞ്ഞത് മ്യൂക്കോസൽ
സെല്ലിന്റെ ഡിഫൻസ് മെക്കാനിസം തകരാറിലാവുന്നത് കൊണ്ടാണ് ഇതുണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ ആസിഡ് ക്യാൻ ബി നോർമൽ ആകാം, അല്ലെങ്കിൽ ഈവൻ ലോ കുറഞ്ഞ ലെവലിലും ആസിഡ് ആകാം. എച്ച് പൈലോറി സാധ്യത കുറവാണ്, എച്ച് പൈലോറി മൂലവും ഉണ്ടാകാം. ഇനി സൈറ്റ് എവിടെയാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയോഡിനൽ അൾസർ ആണെങ്കിൽ വീണ്ടും സ്റ്റൊമക്ക് എന്ന് വരയ്ക്കുകയാണ്. ഇതാണ് ഡിയോഡിനം എങ്കിൽ ഡിയോഡിനത്തിന്റെ ഫസ്റ്റ് പാർട്ട്, ഇതാണ് ആദ്യത്തെ പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട് ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് ആദ്യം തന്നെയാണ് പോസ്റ്റ് പൈലോറിക്. പൈലോറിക് കഴിഞ്ഞ് ഉടനുള്ള ഏരിയയിലാണ് കൂടുതൽ ഉണ്ടാവുക. അതിൽ തന്നെ ആന്റീരിയർ വാളിൽ ആണ് ഉണ്ടാവുക. ആൻഡ് ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിലോ ഗ്യാസ്ട്രിക് അൾസർ ഇവിടെ ഉണ്ടാവുക, ലെസർ കർവേച്ചറിലാണ്. സോ ഗ്യാസ്ട്രിക് അൾസർ ഇവിടെയാണ് ഉണ്ടാകുക, ഒരു 2 സെന്റിമീറ്ററിൽ താഴെ ഉള്ള ഒരു ലീഷൻ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് മോർ ഇൻ ദ ജെക്സ്റ്റാ പൈലോറിക് അൾസർ എന്നാണ് നമ്മൾ പറയുക. ആൻഡ് ഓൾസോ ഇൻ ദ പോസ്റ്റീരിയർ വാളിലാണ് കാണുക. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ രണ്ടിലും പെയിൻ ഉണ്ട്, രണ്ടിലും വേദനയുണ്ട്, ക്രോണിക് റിക്കറിംഗ് പെയിൻ ഉണ്ട്, ബേണിംഗ് ഒറേക്കിംഗ് പെയിൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻ ഡിയോഡിനൽ അൾസർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഡിക്രീസസ്, വേദന കുറയും. പക്ഷേ ഇൻ ഗ്യാസ്ട്രിക് അൾസറിലോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫുഡിന് ശേഷം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് വേദന ആയിരിക്കും, വേദന വർദ്ധിക്കും. സോ ഇൻക്രീസ്ഡ് പെയിൻ, ഇവിടെ ഡിക്രീസ് പെയിൻ ആഫ്റ്റർ ഫുഡ്. ഇനി ഡിയോഡിനൽ അൾസറിൽ രാത്രി വേദനയുണ്ട്. സോ നൈറ്റ് പെയിൻ ഇവിടെ കൂടുതലാണ്. നൈറ്റ് പെയിൻ ഈസ് പ്രസന്റ് ഓർ കോമൺ. പക്ഷേ ഗ്യാസ്ട്രിക് അൾസറിൽ ലെസ് ആണ്. നൈറ്റ് പെയിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഡിയോഡിനൽ അൾസറിൽ വോമിറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറവാണ്. പക്ഷേ ഗ്യാസ്ട്രിക് അൾസറിൽ ഇൻക്രീസ്ഡ്, ഇതിലാണ് വോമിറ്റിംഗ് കൂടുതലുള്ളത്. ആൻഡ് ഡിയോഡിനൽ അൾസറിൽ പേഷ്യന്റ് ഏത് തരം ഫുഡും കഴിക്കും, ഫുഡിന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഗ്യാസ്ട്രിക് അൾസറിൽ ഇവിടെ ബ്ലാൻഡ് ഡയറ്റ് ആണ്, എരിവും പുളിയൊക്കെ കുറഞ്ഞ ബ്ലാൻഡ് ഡയറ്റ് ആയിരിക്കും ഇവർ കഴിക്കുക, പ്രിഫർ ചെയ്യുക. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് കമ്പാരിറ്റീവ്ലി ഇവിടെ കൂടുതലായിരിക്കും. ഇതിൽ അത്രയും വെയിറ്റ് ലോസ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെയിറ്റ് ലോസ്. ആൻഡ് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വേദന കുറവും കൂടിച്ചാണ്. ഇവിടെ ഫുഡ് കഴിച്ചാൽ വേദന കൂടുതലാണ്. അതുകൊണ്ട് ഭക്ഷണം ഇവിടെ ഫുഡ് കുറവായിരിക്കും, അതുകൊണ്ട് വെയിറ്റ് ലോസ് കൂടുതലായിരിക്കും. ഇവിടെ അത്രയും പ്രശ്നമില്ല. ഇനി ഡിയോഡിനൽ അൾസറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് കാണാൻ പറ്റുന്നത് സ്റ്റൂളിനകത്താണ്. ബ്ലഡ് സ്റ്റൂളിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മെലന എന്നാണ് നമ്മൾ വിളിക്കുക. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഛർദിലിനകത്താണ്, ഹെമറ്റമസിസ് എന്നാണ് പറയുക, ഹെമറ്റമസിസ്. കാരണം ഛർദിലിനകത്താണ് ബ്ലഡ് ഉള്ളത്. ഒരു ബ്രൗൺ ചോക്ലേറ്റ് കളറിലായിരിക്കും ഇവരുടെ ഛർദിൽ എന്ന് പറയുന്നത്. സോ ഇതൊരു ബ്ലാക്ക് സ്റ്റൂളായി. ഇനി ഡിയോഡിനൽ അൾസറിനകത്ത് വേദന ഉള്ള സ്ഥലം റൈറ്റ് ഹൈപ്പോകോൺട്രിയത്തിലാണ്, റൈറ്റ് ഹൈപ്പോകോൺട്രിയം ഭാഗത്താണ്. കാരണം ഡിയോഡിനം അവിടെയാണ്. പക്ഷെ ഇത് ഇവിടെ ഉള്ളത് മിഡ് ലൈൻ എപ്പിഗാസ്ട്രിയത്തിലായിരിക്കും വേദന ഉണ്ടാവുക, ടെൻഡർനെസ്. ഇവിടെ റൈറ്റ് ഹൈപ്പോകോൺട്രിയൽ ടെൻഡർനെസ്, ഇവിടെ മിഡ് ലൈൻ എപ്പിഗാസ്ട്രിക് ടെൻഡർനെസ്. ഇനി ഏതാണ് മലിഗ്നന്റ് ആകാനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മലിഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇതിന് 1%. സോ ഗ്യാസ്ട്രിക് അൾസറിനാണ് മലിഗ്നൻസി, ക്യാൻസർ ആവാനുള്ള ചാൻസ് കൂടുതൽ, 1% ചാൻസ് ആണുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് മൈക്രോസ്കോപ്പി ഓഫ് അൾസർ ആണ്. മൈക്രോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്, ബിക്കോസ് രണ്ട് സ്ഥലത്തും അൾസർസ്. സോ ഏറ്റവും മുകൾ ഭാഗത്ത്, സോ ഇതാണ് എപ്പിത്തീലിയൽ സർഫസ് എങ്കിൽ ആ എപ്പിത്തീലിയൽ സർഫസ് സ്കാർഡ് ആണ്, അല്ലെങ്കിൽ അവിടെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവിടെ നശിച്ചടക്കുന്ന ഏരിയ ആയിരിക്കും. സോ ദിസ് സൂപ്പർഫിഷ്യൽ ഏരിയ ഈസ് കൊയാഗുലേറ്റീവ് നെക്രോട്ടിക് ഏരിയ ആയിരിക്കും നമ്മളിവിടെ. ആൻഡ് ഇതിന് അടിയിൽ നമുക്ക് ഒരുപാട് ന്യൂട്രോഫിൽ ഉള്ള ഒരുപാട് ഏരിയ നമുക്ക് ഇങ്ങനെ കാണാം. ആൻഡ് ധാരാളം ന്യൂട്രോഫിൽ. ആൻഡ് അതിന്റെ അടിയിൽ നമുക്ക് കാണാവുന്നത് ഒരു ഗ്രാനുലേഷൻ ടിഷ്യൂ, നമ്മൾ ക്രോണിക് ഇൻഫ്ലമേഷനിലൊക്കെ പഠിച്ചാണ്, ഗ്രാനുലേഷൻ ടിഷ്യൂ ഉള്ള ഭാഗമാണ്. സോ അവിടെ കാപ്പിലറീസ്, ബ്ലഡ് കാപ്പിലറീസ് കൂടുതലായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഇതിന്റെ അടിയിൽ ഫൈബ്രോട്ടിക് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ സോൺ ഓഫ് സിക്കാട്രൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഫൈബ്രോകൊളാജിനിക് സ്കാർ ടിഷ്യൂ ആണ്. സോ ദിസ് ഇസ് സ്കാർ ടിഷ്യൂ ആണ് നമ്മൾ കാണുന്നത്. സോ രണ്ടിലും ഏകദേശം ഒരേപോലെയാണ്. ഇനി മാക്രോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാലും അൾസറിന്റെ ആ മാർജിൻ, അൾസർ ഇങ്ങനെ ഈ ഭാഗത്ത് അൾസർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ മാർജിനിൽ നമ്മൾ വിളിക്കുക പഞ്ച് ഔട്ട്, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക, അല്ലെങ്കിൽ ബൾജ്ഡ് ഔട്ട് ആയിട്ടായിരിക്കും കാണുക. ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് മെലിഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇരിക്കുക, ഇറ്റ് ഈസ് റോൾഡ് ഔട്ട് എന്നാണ് പറയുക. റോൾഡ് ഔട്ട് മാർജിൻ എന്നാണ് ഇൻ മെലിഗ്നന്റ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്ക് വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ്, എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് അൾസർ മൂലം ഉണ്ടാകാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഹെമറേജ് ആണ്, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകാം എന്നുള്ളതാണ്. സോ ഒരു 15 to 20% കണ്ടീഷൻസിൽ ബ്ലീഡിംഗ് ഉണ്ടാകും. ഇപ്പോൾ ഡിയോഡിനൽ അൾസർ ആണെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകുക ഗ്യാസ്ട്രോ ഡുയോഡിനൽ ആർട്ടറിയിൽ നിന്നാണ് ബ്ലീഡിംഗ് ഉണ്ടാകുക. ആൻഡ് ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി പൊട്ടിയിട്ടായിരിക്കും ബ്ലീഡിംഗ് ഉണ്ട്. ആൻഡ് ചെറിയ രീതിയിൽ സ്ഥിരം ബ്ലീഡിംഗ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും സാധാരണ ഉണ്ടാകുന്നത് അയേൺ ഡെഫിഷ്യൻസി, അനീമിയ ഉണ്ടാകാം. ദെൻ ഇൻട്രിൻസിക് ഫാക്ടർ ഒക്കെ കുറവ്
കുറവാകുമ്പോൾ അങ്ങനെയുള്ള അതുമൂലമുള്ള അനീമിയ ഉണ്ടാകാം. ദെൻ മോഷൻലെസ് സ്റ്റൂൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം മെലേന എന്ന് നമ്മൾ പറഞ്ഞു, മെലീന, ബ്ലാക്ക് മെലീന. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ കോഫി ഗ്രൗണ്ട്, വൊമിറ്റിംഗ് ഇൻ ഗ്യാസ്ട്രിക് അൾസർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പ്രശ്നം പെർഫോറേഷൻ ആണ്. അവിടെ തുള വരാനുള്ള പെർഫോറേഷൻ, സ്പെല്ലിംഗ് നോക്കരുത് പ്ലീസ്. തുള വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 5% പേഷ്യൻറ്റിലെങ്കിലും പെർഫറേഷൻ വരാം. മരണ കാരണം, ഡെത്ത് ഉണ്ടാവാനുള്ള കാരണം പെർഫറേഷൻ ആണ്. സോ പെർഫറേഷൻ എന്ന് വെച്ചാൽ അക്യൂട്ട് അബ്ഡോമിനൽ എമർജൻസി കേസ് ആണ് നമുക്കറിയാം. ആൻഡ് മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഒബ്സ്ട്രക്ഷൻ ആണ്. കാരണം ഫൈബ്രോട്ടിക് ടിഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാം. 2% കേസിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അവിടെ എഡീമയും സ്കാറിംഗ് ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ സ്റ്റൊമക് വിൽ ബിക്കം ടീ പോട്ട് പോലെ ഉണ്ടാകാം. ടീ പോട്ട് എന്ന് വെച്ചാൽ സ്റ്റൊമക്ക് അത് ഇങ്ങനെയാണ് നേരത്തെ ഇരുന്നിരുന്നതെങ്കിൽ അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയി മാറുന്നതാണ് സ്റ്റൊമക് ടീ പോട്ട് സ്റ്റൊമക് പോലെ ആകാം. ദെൻ വേറൊരു പ്രശ്നം ഉള്ളത് ഹവർ ഗ്ലാസ് ലൈക്ക് സ്റ്റൊമക്ക് ആണ്. സോ സ്റ്റൊമക്ക് ഇങ്ങനെ നടുവിൽ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്നു, ഇവിടെ ചുരുങ്ങുന്നു, ഇവിടെയും വീർത്തിരിക്കും. ഇതിനാണ് ഹവർ ഗ്ലാസ് ലൈക്ക് സ്റ്റൊമക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ കൺട്രാക്ഷൻ ദ മിഡിൽ. ആൻഡ് ലാസ്റ്റത്തെ പ്രോബ്ലം ഈസ് മെലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് ക്യാൻസർ ആകാനുള്ള ചാൻസ് ഞാൻ പറഞ്ഞു. ഗ്യാസ്ട്രിക് അൾസറിനാണ് ചാൻസ്, അതും 1% ആണെന്നും പറഞ്ഞു. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്നത് എൻഡോസ്കോപ്പി ആണ്. എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ് നമ്പർ 1 ടെസ്റ്റ് തന്നെ. ദെൻ പിന്നെയുള്ളത് എച്ച് പൈലോറി കണ്ടുപിടിക്കണം. എച്ച് പൈലോറി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂറിയ ബ്രീത്ത് ടെസ്റ്റ് നമുക്ക് ചെയ്യാം. സോ യൂറിയസ് ഉണ്ടാക്കുന്നതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും. അപ്പോൾ തിരിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ചില പരീക്ഷണങ്ങൾ വെച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ എച്ച് പൈലോറി നമുക്ക് സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സാമ്പിൾ എടുത്തിട്ട് സിൽവർ സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട സ്റ്റെയിൻ ആണ് വാർത്തിൻ സ്റ്റാരി സ്റ്റെയിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ വെച്ചിട്ട്, ഇതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് നമുക്ക് പറയാവുന്നത്. ദെൻ കൾച്ചർ ചെയ്യണോ എച്ച് പൈലോറി? കൾച്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയം ഈസ് സ്കിറോസ് മീഡിയം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് മരുന്നുകളെ കുറിച്ചിട്ടാണ്. മരുന്നുകളെ കുറിച്ച് നമുക്ക് പല വീഡിയോസ് ആയിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ എച്ച് പൈലോറിയെ കൊല്ലാനാണെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക് കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. സോ ഒമിപ്രസോൾ പോലെയുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, പ്ലസ് അമോക്സിസിലിൻ പോലെയുള്ള അല്ലെങ്കിൽ ക്ലാരിത്രോമൈസിൻ അങ്ങനെയൊക്കെയുള്ള ആന്റിബയോട്ടിക് ആയിരിക്കും നമ്മൾ കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.